ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസ് എല്ലാം ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് അറിയാമെന്നാണ് കലാമണ്ഡലം കറുത്തഭാമ, അതെ കറുത്തഭാമ പറഞ്ഞിരിക്കുന്നത്. കറുത്തഭാമയെ ഇതിത്തിരി കൂടിപ്പോയി. കറുത്തഭാമ ഭൂലോക സുന്ദരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാണുന്നവരുടെ മണ്ടയിൽ മുഴുവൻ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ മണ്ടയിൽ കയറാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കറുത്തഭാമേ. ബിഗ് ബോസ് മാത്രമല്ല പ്രതികരിക്കുന്നത്, ബിഗ് ബോസിന്റെ ഉപ്പും ചോറും നക്കി വെടിച്ച് തിന്നുന്ന ബിഗ് ബോസ് റിവ്യൂവറായി നമ്മൾ കൂടി ഒന്ന് നാക്ക് പൊക്കിയില്ലെങ്കിൽ നമ്മൾ വർഷാവർഷം മേടിച്ച് തിന്നുന്ന കാശിനൊരു അർത്ഥമുണ്ടോ? എൻ്റെ പൊന്ന് കറുത്ത ഭാമേ, നിങ്ങൾ ആരുടെ മണ്ടയിലോ ആയിക്കോട്ടെ കയറിയത്, പക്ഷേ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ചീപ്പായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കുറേ പേര് സംഭവം അറിഞ്ഞിട്ടുണ്ടാവും, കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ബിഗ് ബോസിനെ പറഞ്ഞിരിക്കുകയാണ് കറുത്തഭാമ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റയും FB ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ നന്ദന, ബിഗ് ബോസിലെ നന്ദനയുടെ അടുത്ത് ബൈറ്റ്സ് എടുത്തപ്പോഴത്തേക്കും കലാമണ്ഡലത്തിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുന്നു. കലാമണ്ഡലത്തിന്റെ ഡെയിലി ഏറിപ്പോക്ക് അറിയാമല്ലോ. നോർമലി കലാമണ്ഡലത്തിനെ കുറിച്ച് ആരായാലും അങ്ങനെ പറയത്തുള്ളൂ. ഭാമ അറിയാമല്ലോ കറുത്തഭാമയെ. അപ്പൊ കറുത്തഭാമയെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നു. കറുത്തഭാമ ഇത് കണ്ടിട്ട് ആരടി നീ, എടി ആരടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് അവർ പ്രതികരിക്കുന്നതൊക്കെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങൾ, അതിലോട്ട് നമ്മൾ ഇടപെടുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഡയലോഗ് ഈ കലാമണ്ഡലം കറുത്തഭാമ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ള ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. ഏത് ലെവലിലുള്ള ആൾക്കാരാണ് കറുത്തഭാമ ബിഗ് ബോസിനകത്തോട്ട് പോകുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഏത് ലെവലിലുള്ള ആൾക്കാരാണ്? നിങ്ങൾ ആ ലെവൽ ഉദ്ദേശിച്ചത് ആരെയാണ്? ബിഗ് ബോസിലെ ഏത് കണ്ടസ്റ്റന്റിനെയാണ് നിങ്ങൾ പറയുന്നത്? അതിനകത്ത് പറഞ്ഞത് നീ വലിയ ബിഗ് ബോസിൽ പോയവളല്ല. ബിഗ് ബോസിൽ ഇതിനെ എടുത്തിരിക്കുന്ന നിന്റെ സൗന്ദര്യമൊന്നും കണ്ടിട്ടല്ല. അതിനകത്തോട്ട് പോകുന്നത് ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങളൊന്ന് പറയ്, എനിക്കൊന്ന് അറിയണം കറുത്തഭാമേ. നിങ്ങളൊന്ന് പറയ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണ് ബിഗ് ബോസിനകത്തോട്ട് പോകുന്നതെന്ന്. നിങ്ങളുടെ നന്ദനെ പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ പറയുന്നതോ എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ അവിടെ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്ന ഈ സാധനം, ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയുടെ മറവിൽ പല വൃത്തികേടുകളും നടക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ഡബിൾ മീനിങ്? എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കളെ മനസ്സിലായത് ബിഗ് ബോസിൽ പോകുന്നത് ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന്? അതേ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സഹകരണങ്ങൾ, എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടാണ് അവിടെ കയറി പറ്റുന്നതെന്ന് അറിയാൻ തന്നെയാണ് അവരുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇമാതിരി ചെറ്റത്തരം പറയാനും വായി തോന്നുന്ന വിഡ്ഢിത്തരം പറയാനും നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു പ്രത്യേക കഴിവാണ് കറുത്തഭാമയെ നിങ്ങൾക്ക് ഉള്ളത്. കലാമണ്ഡലം കറുത്തവൻ ഇവ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് വരും, നീ ആരാടാ? മോഹനനാടാൻ പാടില്ല, കാലി കവയ്ക്കാൻ പാടില്ല, നൃത്തം വെക്കാൻ പാടില്ല, വിഗ് മുടിയും വെച്ചുകൊണ്ട് വരുന്നു എന്നാണ് നന്ദന കമന്റ് ചെയ്തിരിക്കുന്നത്. അതേടി എനിക്ക് വിഗ് മുടിയാടി എന്ന് പറയുന്നു. ശരിക്കും എൻ്റെ പൊന്ന് ബോസേ, അടുത്ത വർഷം നിങ്ങൾ ഈ കറുത്തഭാമയെ ബിഗ് ബോസിനകത്തോട്ടൊന്ന് എടുക്കണം. കറുത്തഭാമ 68 വയസ്സായി. അതിൻ്റെ വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഭയങ്കര വിവേകത്തോടുകൂടി വിവരത്തോടു കൂടിയുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം കറുത്തഭാമയുടെ സ്ഥിരം പരിപാടി എന്ന് റീച്ചുള്ള ആരെങ്കിലും കയറി പിടിക്കുന്നു, അവരെ 4-5 തെറി വിളിക്കുന്നു, കറുത്തഭാമ ഏറിപ്പോകുന്നു. അതിൻ്റെ കമന്റ് ബോക്സ് തുറന്ന് നോക്കണം. കറുത്തഭാമയ്ക്ക് ആൾക്കാർ വിളിക്കുന്ന തെറികളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ട സാധനം തന്നെയാണ് അതിൻ്റെ കമന്റ് ബോക്സിൽ. ഞാൻ കമന്റ് ബോക്സ് ഒന്ന് തുറക്കാവേ. കമന്റ് ബോക്സിനകത്ത് കറുത്തഭാമയ്ക്കുള്ള 101 തെറിയ വിഷയങ്ങൾ അവിടെ നടത്തുന്നുണ്ട് നാട്ടുകാർ. ആ പെങ്കൊച്ചിന് 1000 കയ്യടികൾ. അവൾ പറഞ്ഞത് വളരെ ശരിയാണ്. തള്ളക്ക് കൊണ്ട് നിർത്തിപ്പൊടി. കമന്റ് വായിക്കണം, ചിരിക്കണം, പോണം. ഈ തള്ള ചത്തില്ലേ? നിങ്ങൾ എങ്ങനെയല്ലേ ആ കൊച്ചു പറഞ്ഞുള്ളൂ? കിളവി, നിങ്ങളെ ഫോളോ ചെയ്തത് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടല്ല. നിങ്ങളുടെ പോസ്റ്റിൽ കമന്റ് ചെയ്യണേൽ ഫോളോ ചെയ്യണമല്ലോ. ആകെ 5000+ ഫോളോവേഴ്സേ ഉള്ളൂ, മില്യൺ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇഷ്ടം പോലെയാണ് ഈ പറഞ്ഞ പോലെ കലാമണ്ഡലത്തിനെതിരെ വന്നിരിക്കുന്ന ഇഷ്ടം പോലെ കമന്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ പൊന്ന് കലാമണ്ഡലം, നിങ്ങൾ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ റിയാക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്തോളാം. പക്ഷേ ബിഗ് ബോസ് നിങ്ങൾ അതിന് ഉത്തരം തരണം. നിങ്ങൾ അതിന് ഉത്തരം തന്നേ മതിയാവൂ. ബിഗ് ബോസിനകത്തോട്ട് പോകുന്നത് ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഏത് ലെവൽ, എന്ത് ലെവൽ? അതിനകത്തിന് നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത്? അതോ വളരെ ലോക്കലായ ആൾക്കാരെന്നോ, അതോ ഭയങ്കര ഹൈ ക്ലാസ് ആൾക്കാർ? നിങ്ങൾ തന്നെ അത് വിഷുവാക്കുന്നത് ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്ക് അറിയാം. ബിഗ് ബോസിൽ പോകുന്നത് നീ 2 ആഴ്ച കൊണ്ട് ഇറങ്ങി വന്നില്ലേ? എൻ്റെ പൊന്ന് കലാമണ്ഡലം കറുത്തഭാമേ, നിങ്ങൾ പോയി ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് നിൽക്കും. നിങ്ങൾ ആൾക്കാരെ അടിച്ച് വെളിയിലിറങ്ങി. നിങ്ങളുടെ കുണം വെച്ച്, ഇമാതിരി കാണിക്കുന്ന കുണം വെച്ച് അടിച്ച് വെളിയിലിറങ്ങി. നിങ്ങൾക്ക് അവിടെ ഓടി നടന്ന് ടാസ്ക് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. എന്ത് പരദൂഷണം അതിനകത്ത് പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം.
പിന്നെ കുറെ എന്താ പറയുക, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് നിറം കുറഞ്ഞ ആൾക്കാർ അവർ കയറ്റി വിടുക. അതിനകത്ത് എന്തിനാണ്, നിങ്ങൾക്ക് കമന്റ് അടിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് നിറം കുറഞ്ഞ ആരെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞാൽ ശുംഭൻ ശുംഭ കറുപ്പ് അടുക്കരുത്, നിറം പിടിക്കും എൻ്റെ ദേഹത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും അതിനകത്ത് കമന്റ് അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വിളിക്കുന്നത്. അല്ലാതെ നിങ്ങളെ കൊണ്ട് കമന്റ് അടിക്കാൻ കുറെ ഗുണമുണ്ട്, അല്ലാതെ എന്ത് ഗുണമാ ഉള്ളത്? ഈ വിവാദം വന്നപ്പോഴാണ് ശരിക്കും ഞാനൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരു കലാമണ്ഡലം അവിടെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ആ പേരിനൊരു വാല്യൂ ഉണ്ട്. ആ പേര് കൂട്ടത്തിൽ സ്വന്തം പേരിൻ്റെ അവിടെ ചേർത്ത് വെക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ നാശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ പോലെയുള്ള ആൾക്കാർ കാരണം. ബിഗ് ബോസിനെ കമന്റ് അടിക്കരുതേ നിങ്ങൾ, ഞാൻ ചോദിക്കും ബിഗ് ബോസിനകത്ത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള നിങ്ങളത് പറഞ്ഞിട്ട് പോയാൽ മതി. ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോകുന്നത് ഏത് ലെവലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറുത്ത ഭാമ ടീച്ചർ നിങ്ങളത് പറയണം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക മക്കളെ. വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.